നമസ്കാരമുണ്ട്. ബിനിക്കുട്ടനാണ്. ബിനിക്കുട്ടൻ വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ നമ്മൾ ഡ്രൈവർ മേഖലയായിട്ട് ബന്ധപ്പെട്ട് മാത്രം ഒരു കാര്യമാണ്. നമ്മൾ ഓട്ടോറിക്ഷക്കാരെ സംബന്ധിച്ചോളം നമ്മൾ ഓട്ടോ ടാക്സികളിൽ മിക്ക ഭാഗങ്ങളിൽ ഇപ്പോൾ ട്രിപ്പ് അടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ട്രിപ്പ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡ് പെർമിറ്റുള്ള വണ്ടിയാണ്, പക്ഷേ റൂട്ടിൽ ട്രിപ്പ് എടുത്ത്, അതായത് ബസ്സുകാർ ചെയ്യുന്ന പോലെ റൂട്ടിൽ ട്രിപ്പ് എടുത്ത് പൈസ ഉണ്ടാക്കുന്നു. ഇപ്പം എൻ്റെ ഏരിയയിൽ തന്നെ 2 സ്റ്റാൻഡാണ് ടൗണിലുള്ളത്. ഒരു 10-80 വണ്ടികളോളം 2 സ്റ്റാൻഡിനായിട്ട് 80 വണ്ടികളോളം ഉണ്ട്. എന്നാലും ഒരേ സമയത്ത് ഒരു 60 വണ്ടികളോളം കാണും, അത്രയൊക്കെ കാണത്തുള്ള സ്റ്റാൻഡിൽ. അപ്പോൾ ഇവിടെ കുറച്ച് ഇവിടെ ഉള്ള ഓട്ടോറിക്ഷക്കാരും ഞങ്ങളുടെ ഇവിടെ നിന്ന് 2-3 കിലോമീറ്റർ അപ്പുറത്തുള്ള ഓട്ടോറിക്ഷക്കാരും ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ തൊട്ടൊരു 20 മീറ്റർ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്നും യാത്രക്കാരെ 7, 8, 9, 10 പേരെയൊക്കെ 10 പേരെ കയറ്റിയിട്ടുണ്ട്. 10 പേരെ കയറ്റിയിട്ട് ട്രിപ്പ് എടുക്കുവാണ്. അടുത്ത സ്റ്റോപ്പിൽ ഇറക്കും 10 രൂപ, അല്ല അതിൻ്റെ അങ്ങേ സ്റ്റോപ്പിൽ ഇറക്കി 20 രൂപ, അടുത്ത സ്റ്റോപ്പിൽ ഇറക്കി 30 രൂപ, ഇങ്ങനെ മേടിച്ച് ഓടുകയാണ്. ഇതെന്ത് ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനെതിരെ ഞങ്ങൾ വളരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചു. പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെൻറ്റും പോലീസൊക്കെ ആയിട്ട് ഇടപെട്ടു. അപ്പം ഈ ഡ്രൈവർമാർക്കെതിരെ ഞങ്ങൾ പരാതിയായി കൊടുത്തു. പിന്നെ ഞങ്ങൾ പോലീസിൻ്റെ പറഞ്ഞ അടിസ്ഥാനത്തിൽ അവിടെ ട്രിപ്പ് അടിക്കാൻ പാടില്ലെന്ന ബോർഡൊക്കെ വെക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഓട്ടോറിക്ഷ ഫീൽഡിലുള്ള ഞങ്ങൾ ഓട്ടോറിക്ഷക്കാർക്കെതിരെ തന്നെ തിരിയേണ്ട ഒരവസ്ഥയാണ്. വർഷങ്ങളായിട്ട്, അതായത് 10-50 വർഷമായിട്ട് ഈ ഫീൽഡും കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് ഈ 2 സ്റ്റാൻഡിനായിട്ട് തന്നെ. ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന യാത്രക്കാർ അർജൻറ്റായിട്ട് പോകേണ്ടവരാണെന്നുണ്ടെങ്കിൽ അവർ വന്ന് ഓട്ടോ വിളിച്ച് പോകുമ്പോൾ ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഓട്ടം കിട്ടും. ശരിയല്ലേ? പോട്ടെ, ആ റൂട്ടിൽ KSRTC ബസ് സർവീസ് നടന്നുണ്ട്, പ്രൈവറ്റ് ബസ് സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആൾക്കാരുടെ എണ്ണം കുറവായതിൻ്റെ പേര്, യാത്രക്കാരുടെ എണ്ണം കുറവായതിൻ്റെ പേര് അവർക്ക് നഷ്ടം വരുന്നുണ്ട്. ഒരു പ്രൈവറ്റ് ബസ് എന്ന് പറയുമ്പോൾ ഒരു സ്വകാര്യ വ്യക്തിയാണ്. ആ വ്യക്തി ഇല്ലാത്ത പൈസ കൊണ്ടാക്കുകയും പ്രൈവറ്റ് ബസ് എടുത്ത് റൂട്ട് പെർമിറ്റ് എടുത്ത് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് റൂട്ടിൽ പെർമിറ്റും മറ്റേ സ്പീഡ് കൗണ്ടറും ഇൻഷുറൻസും പൊല്യൂഷനും എന്ന് വേണ്ട ക്ഷേമതയും എല്ലാം അടച്ച് റൂട്ടിൽ സർവീസ് ചെയ്യാൻ ഇറങ്ങുന്നത്. അപ്പം നമ്മൾ ഓട്ടോറിക്ഷക്കാർ ഇങ്ങനെ ട്രിപ്പ് എടുക്കുമ്പോൾ അവർക്ക് നഷ്ടം വന്നതിൻ്റെ പേര് ആ റൂട്ട് അവരങ്ങ് നിർത്തി. പിന്നെ KSRTC ഓടുന്നുണ്ട്. KSRTC ഓടുന്നു പറഞ്ഞാൽ അവർക്ക് നഷ്ടം ആയാലും അവർ ഓടും. കാരണം ഇവിടുത്തെ നഷ്ടം അവർ വേറെ എവിടെയെങ്കിലും റൂട്ടിലെ ലാഭത്തിൽ ഇങ്ങ് നികത്തും. ഇപ്പോൾ നമ്മുടെ ഗണേഷ് കുമാർ ഇടപെട്ട് ഈ KSRTC നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഈ റൂട്ടിലിപ്പം നഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KSRTC ആ റൂട്ടിലെ ബസ് സർവീസ് അങ്ങ് നിർത്തും. എന്നാലും ശരിയല്ലേ? ഇപ്പോൾ എൻ്റെ നാട് ഏനാത്താണ്. ഏനാത്ത് 10 റൂട്ടിലെ ട്രിപ്പടിയായിട്ട് ഓട്ടോറിക്ഷകളുടെ ട്രിപ്പടി കാരണം അത് ഏനാത്ത് നിന്ന് കടുവാത്തോട് 5 കിലോമീറ്ററോളം വരും. കടുവാത്തോട്, ആറാട്ടുപുഴ, പട്ടാഴി ഈ റൂട്ടിലേക്ക് ട്രിപ്പ് എടുക്കുകയാണ് ഓട്ടോറിക്ഷക്കാർ. ഈ ഞങ്ങളുടെ ചാനലിൽ മാത്രം ഓട്ടോകളല്ല, ആ ചാനലിലെ ഓട്ടോറിക്ഷകളുടെയും പരിപാടി ഇതാണ്, ട്രിപ്പ് എടുക്കുന്നു. ഈ ട്രിപ്പ് എടുക്കുമ്പോൾ അവിടെ യാത്രക്കാർ കുറവാകുമ്പോൾ KSRTC നഷ്ടം വരുന്നു. പിന്നെ ഈ 80 വണ്ടിയുള്ള ഇടത്ത് 4-5 വണ്ടി ഓട്ടോറിക്ഷക്കാരെ ട്രിപ്പ് എടുക്കുമെന്ന് പറഞ്ഞില്ലേ? ഈ ട്രിപ്പ് എടുക്കുന്നവർ ഇതും കൊണ്ട് ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്നതല്ല. ഇവരൊക്കെ പല സർക്കാർ സർവീസിലും ജോലി ചെയ്ത് പെൻഷൻ പറ്റി പെൻഷൻ മേടിച്ച് വീട്ടിൽ ഇരിക്കാൻ വയ്യാത്തതിൻ്റെ പേരിൽ ടൈം പാസിന് വണ്ടിയോടെ ഇറങ്ങുന്നവരുണ്ട്. സ്വന്തമായിട്ട് കടയുള്ളവരുണ്ട്, ഇഷ്ടംപോലെ റബ്ബർ വെട്ടാനും അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഓട്ടോക്കാരാണ്. അല്ലാതെ ഇതും കൊണ്ട് ജീവിക്കാൻ ഇറങ്ങി പൈസ ഇല്ലാതെ ഓട്ടോ ഇല്ലാഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ജീവിക്കണം, കുടുംബം പോറ്റണം എന്ന് കരുതി ഓട്ടോറിക്ഷയും കൊണ്ട് ട്രിപ്പ് അടിക്കാൻ ഇറങ്ങിയവരല്ല. അവർക്ക് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പൈസ ഉണ്ടാക്കണം. അത് നിയമം ലംഘിച്ചായാലും ശരി, എങ്ങനെയും കാശുണ്ടാക്കണം. 3 പേർക്ക് മാത്രം പെർമിറ്റുള്ള ഓട്ടോറിക്ഷകളിൽ 8-9 പേരെ കയറ്റിക്കൊണ്ടുപോയി ട്രിപ്പ് അടിക്കുന്നത് യാത്രക്കാർക്ക് ലാഭമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം പെട്ടെന്ന് അവർക്ക് ഓട്ടോറിക്ഷകൾ കിട്ടുന്നു. 10 രൂപ കൊടുത്ത് അവർക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാം, 20 രൂപ കൊടുത്ത് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാം. അപ്പോൾ യാത്രക്കാരെന്ന് ആലോചിച്ചു, നിങ്ങളൊരു 3 പേർക്ക് ഒരു റൂട്ടിൽ പോകേണ്ടവരാണെങ്കിൽ അവർ 3 ഒരുമിച്ച് ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു സ്റ്റാൻഡിൽ വന്ന്, നോർമലി 3 പേര് വന്നൊരു സ്റ്റാൻഡിൽ വന്ന് ഓട്ടോ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ലല്ലോ. പക്ഷേ നിങ്ങൾക്കിത് അറിയത്തില്ല. ഈ വണ്ടിയിൽ പോകുന്ന എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പം ഇത് വലിയൊരു പ്രശ്നമായി മാറി. യാത്രക്കാർ ആദ്യം സഹകരിക്കുക, പിന്നെ ഓട്ടോറിക്ഷക്കാർ ഈ അനധികൃത ട്രിപ്പ് അടിയിൽ നിന്ന് പിന്മാറുക. കാരണം ഈ നിങ്ങളിപ്പോൾ ട്രിപ്പ് അടിക്കുന്ന നഷ്ടം മൂലം KSRTC കൂടെ ഈ സർവീസ് നിർത്തുന്നത് ആലോചിച്ചോ? KSRTC കൂടെ ഈ സർവീസ് നിർത്തി കഴിഞ്ഞാൽ ഈ റൂട്ടിൽ സ്കൂളിൽ പോകുന്ന പിള്ളേരുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്, കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട്. ഇവരൊക്കെ ടൗണിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി ആശ്രയിക്കുന്ന ഈ ബസ് അങ്ങ് നിർത്തുകയെന്ന് വിചാരിച്ചോ? നിങ്ങൾ ഓട്ടോറിക്ഷക്കാർ കൃത്യമായിട്ട് സമയത്ത് എല്ലാ സമയത്തും ഈ റൂട്ടിൽ കൂടെ സർവീസ് നടത്തുമോ? ഈ ഓട്ടോറിക്ഷക്കാർ KSRTC സർവീസ് പോലെ നിങ്ങൾ നടത്തത്തില്ലല്ലോ. KSRTC കറക്റ്റ് ടൈമിങ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട്, ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും. നിങ്ങൾക്ക് പറ്റുമോ? അപ്പം ഈ KSRTC കൂടെ ബസ്സിൻ്റെ സർവീസ് നിർത്തി കഴിഞ്ഞാൽ വലഞ്ഞു പോകുന്ന ആരാണെന്നറിയോ? ഈ പൊതുജനങ്ങളായിരിക്കും. പൊതുജനങ്ങൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ, ഇവരൊക്കെയാണ് വലഞ്ഞു പോകുന്നത്. കാരണം ആ റൂട്ടിൽ സർവീസ് നഷ്ടമാണ്. ആ ബസ്സിന് ഡീസൽ അടിച്ച പൈസ പോലും കിട്ടാത്ത അവസ്ഥ വരുവാണെങ്കിൽ ചിലപ്പോൾ ആ സർവീസ് അങ്ങ് നിർത്തും. ഒരു റൂട്ടിൽ ആളുണ്ടെങ്കിൽ മാത്രമേ
ബസ് അതിലേക്കുള്ള KSRTC ആ റൂട്ടിലേക്ക് സർവീസ് നടത്തുള്ളൂ. പിന്നെ പ്രൈവറ്റ് ബസ്സുകാരായാലും ശരി ആ റൂട്ടിലേക്ക് ഒരു പെർമിറ്റ് എടുക്കത്തുള്ളൂ. അപ്പോൾ ദയവേദി ഇത് വളരെ തെറ്റായ നടപടിയാണെന്ന് ഡ്രൈവർമാരും മനസ്സിലാക്കുക, യാത്രക്കാരും മനസ്സിലാക്കുക. നിങ്ങൾ പെട്ടെന്ന് എങ്ങനെയും ചെന്ന് കയറാൻ വേണ്ടി ഓട്ടോയിൽ കുത്തി നിറച്ച് കയറിക്കുമ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് നിങ്ങളും കയറി അങ്ങ് പോവും. പക്ഷേ KSRTC പോലുള്ള പ്രസ്ഥാനങ്ങൾ നഷ്ടത്തിലാക്കിക്കൊണ്ട് നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അർജൻറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2-3 പേര് ചെന്ന് ആ സ്റ്റാൻഡിൽ പോയി ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകാമല്ലോ. ഈ ട്രിപ്പ് അടിക്കുന്ന ഓട്ടോറിക്ഷകൾ എന്തിനു കയറുന്നു? അപ്പോൾ ഇതൊക്കെ യാത്രക്കാരും മനസ്സിലാക്കണം, ഡ്രൈവർമാരും മനസ്സിലാക്കണം. ഓക്കെ.